പരിസ്ഥിതി സൗഹാർദ്ദ നിർമ്മാണത്തിലും വാസ്തുവിദ്യയിലും പ്രമുഖരായ ഗുഡ് എർത്തിന്റെ പാർപ്പിട സംരംഭമാണ് കണ്ണൂർ ജില്ലയിലെ മാലൂരിൽ നിർമ്മാണം തുടങ്ങിയിരിക്കുന്ന സാരംഗ്. ഈ പ്രോജക്റ്റിന്റെ ഒരു ഭാഗം റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റിയ ശേഷം ജൈവ കൃഷിയിലൂടെ ഭക്ഷ്യസുരക്ഷയും മണ്ണിന്റെ ഘടനയും ജൈവസമ്പത്തും ഉറപ്പാക്കാൻ വേണ്ടി വിനിയോഗിച്ചിരിക്കുകയാണ്. ഏകവിളയായി പ്രചാരത്തിലുള്ള നാണ്യവിളത്തോട്ടങ്ങൾ പാരിസ്ഥിതിക ആഘാതങ്ങൾക്ക് ആക്കം കൂട്ടുകയും ഭക്ഷ്യസുരക്ഷയ്ക്ക് വിഘാതമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പ്രവർത്തനങ്ങൾ കേരളത്തിന് മുന്നിൽ പുതിയ സാധ്യതകൾ തുറന്നിടും. എങ്ങനെ ചെറുതും വലുതുമായ ഏകവിളത്തോട്ടങ്ങൾ വിജയകരമായി രൂപാന്തരപ്പെടുത്തി പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ പ്രാദേശിക ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാം എന്ന് സാരംഗ് നമുക്ക് കാണിച്ചു തരുന്നു. ഇത് നമ്മൾ ആദ്യം വന്ന് സ്ഥലം കാണുമ്പോൾ ഇത് 25 ഏക്കറിൽ ഈ 1 ഏക്കറോളം വരുന്ന തെങ്ങുംതോട്ടം ഒഴിച്ച് ബാക്കി മുഴുവൻ റബ്ബറായിരുന്നു. റബ്ബർ തോട്ടം എന്ന് പറയുമ്പം നല്ല ഫലഭൂഷ്ടിയുള്ളൊരു റബ്ബർ തോട്ടമായിരുന്നില്ല. വരണ്ട ഒരു പ്രദേശത്തുള്ളൊരു റബ്ബർ തോട്ടം, അതായത് ഈൽഡ് കുറവുള്ളൊരു റബ്ബർ തോട്ടമായിരുന്നു. ഈ മണ്ണ് യഥാർത്ഥത്തിൽ ചരൾ കൂടിയ ലാറ്ററൈറ്റ് സോയിലാണ്. അടിയിൽ പല സ്ഥലത്തും വെട്ടുകല്ലാണ് ഉള്ളത്. നമ്മളിത് റബ്ബർ മുഴുവൻ ഒന്നിച്ച് മുറിച്ച് മാറ്റി മണ്ണിളക്കേണ്ട സ്ഥലത്ത് മണ്ണിളക്കി, അല്ലാത്തടത്ത് നല്ല ചെരുവുള്ള സ്ഥലത്ത് മണ്ണിളക്കാതെയും ചെടികൾ നടാൻ വേണ്ടിയുള്ള കുഴിയെടുത്ത് അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. ഇപ്പോൾ 3 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കൊണ്ട് മണ്ണിന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. പരിപൂർണമായിട്ട് ജൈവവളം ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ഈ മണ്ണിൽ മുഴുവൻ കക്ക വിതറിയിട്ടുണ്ട്. മത്സ്യം കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കി. അങ്ങനെ ഇതാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ബയോഡൈവേഴ്സിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരമാവധി ഇനങ്ങൾ ഈ മണ്ണിലേക്ക് ഈ കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത്. അത് കൂടുതലും ഭക്ഷ്യവിളകളാണ് നമുക്ക് പ്രാമുഖ്യം നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നാണ്യവിളകളുമുണ്ട്. എന്ന് വെച്ചാൽ ഭക്ഷ്യവിളകൾ മാത്രമായിട്ട് ഒരു കൃഷിക്കാരന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഇതിൽ ജലാംശം കുറവാണ്, ചെങ്കല്ല് പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം വളരെ വേഗം വറ്റിപ്പോവും. ഇത് വെള്ളം ഒഴിച്ചാൽ വളരെ വേഗം തന്നെ ആവിയായി പോകുന്നു. പിന്നെ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത, കുറച്ച് മഴയുടെ അളവ് കുറവാണ്. ചുറ്റുമുള്ള പ്രദേശത്തിനേക്കാളും കുറച്ച് മഴ കുറവുള്ളൊരു പ്രദേശമാണിത്. എന്തുകൊണ്ടോ അങ്ങനെയാണ്. അത് പ്രകൃതിൻ്റെ തന്നെ ചില പ്രതിഭാസങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ ചെരിഞ്ഞ പ്രദേശമാണ്. പിന്നെ കുറേ വർഷങ്ങൾ, ഏതാണ്ട് 50 വർഷത്തിന് മേലെയെങ്കിലും റബ്ബർ കൃഷി നടത്തിയ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ഘടനയൊക്കെ ആകെ തകരാറാണ്. മണ്ണിലൊന്നും ഒരു മൂലകങ്ങളും ഇല്ല. ആകെ കാലിയായ ഒരു മണ്ണാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ രണ്ടാമത് ഫലഭൂഷ്ടമായ ഒരു മണ്ണിലേക്ക് അതിനെ റിവേഴ്സ് ചെയ്യാന്നുള്ളൊരു പ്രോസസ്സാണ് പ്രധാനമായിട്ട് ഇവിടെ ഞങ്ങൾ ആദ്യം തന്നെ ഏറ്റെടുത്തത്. കാണുന്ന ലാർവ അല്ലെങ്കിൽ പുഴു എന്ന് പറയുന്നത് മരോട്ടി ശലഭം എന്ന് പറയുന്ന തമിഴ് യമോൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ആയിട്ടുള്ള പൂമ്പാറ്റൻ്റെ ലാർവയായത്. ഈ മരത്തിൻ്റെ പേര് മരോട്ടി എന്നാണ് ഈ പേര്. ഈ മരോട്ടീൻ്റെ ഇല മാത്രമേ ഈ പറയുന്ന ലാർവ കഴിക്കുള്ളൂ. ഇതിൻ്റെ പുഴു ഭക്ഷണമായിട്ടിരിക്കുള്ളൂ. ആ പൂമ്പാറ്റൻ്റെ പുഴു ഭക്ഷണമായി സ്വീകരിക്കുള്ളൂ. ഈ മരോട്ടി നമ്മുടെ നാട്ടിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇല്ലാണ്ടായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. പുഴത്തീരത്ത് സ്വാഭാവികമായിട്ട് ഒരുപാട് കാണുന്ന സാധനമാണ്. പക്ഷേ ഇപ്പം വളരെ കുറഞ്ഞു പോയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് പൂമ്പാറ്റകളുടെ ലാർവൽ ഹോസ്റ്റ് പ്ലാന്റുകൾ ഇവിടെ നിർത്തുന്നത് കൊണ്ടാണ് നമുക്ക് അത്രയും പൂമ്പാറ്റകൾ നമ്മളെ തേൻ കുടിക്കാൻ വേണ്ടി നമ്മളെ ഗസ്റ്റ് ഹൗസിൻ്റെ സൈഡിലേക്ക് വരുന്നത്. നമ്മൾ പൂമ്പാറ്റനെ കൺസർവ് ചെയ്യുന്ന സമയത്ത് ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ പൂമ്പാറ്റയുടെ അല്ലെങ്കിൽ അതിൻ്റെ പുഴു ആഹരിക്കുന്ന ചെടികൾ മനസ്സിലാക്കി അതിനെ വയക്കാതെ അല്ലെങ്കിൽ അതിനെ കളയാതെ നിർത്തിയാൽ മാത്രം മതി. നമ്മളിപ്പോൾ നാട്ടിൽ മുഴുവനായിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഉപകാരമില്ലാത്ത എല്ലാ ചെടികളും കളയാണ് അല്ലെങ്കിൽ പാഴ്മരങ്ങളാണ് എന്നുള്ളത് പറഞ്ഞ് അത് മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയാണ് നാടുകളിൽ മുഴുവനുള്ളത്. ബുദ്ധമയൂരിൻ്റെ ഒരു ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്
മുള്ളുമുരുക്ക് എന്ന് പറയുന്ന സാധനം, മുള്ളിലം അല്ലെങ്കിൽ മുള്ളുമുരുക്ക് എന്ന് പറയുന്ന സാധനം നമ്മളെ നാട്ടിൽ ഇടനാടൻ അല്ലെങ്കിൽ നമ്മളെ പിന്നെ കൃഷി സ്ഥലത്തൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നതാണ്. റബ്ബർ പോലുള്ള ഏകവിളകളുടെ വരവോടുകൂടി ഇല്ലാണ്ടായിപ്പോൾ ചില ചെടികളിൽ ഒന്നാണ് ഈ പറയുന്ന മുള്ളുമുരുക്ക് എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ സംസ്ഥാന പൂമ്പാറ്റയെ നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ഈ മുള്ളുമുരുക്കിനെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. ഇത് 200 ലിറ്ററിൻ്റെ ഒരു ബാരലിൽ നമ്മൾ 50 കിലോ ഫിഷിൻ്റെ, അതായത് മീൻ വിൽക്കുന്ന കടയിൽ പോയിട്ട് മീൻ മുറിച്ചതിൻ്റെ അവശിഷ്ടങ്ങളും കേടായ മീനുകളും ചേർന്നിട്ടാണ് ഇതിലിടുന്നത്. അതിനോടൊപ്പം തന്നെ 10 കിലോളം വെള്ളം അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കും. പിന്നീട് കുറച്ച് ഒരു 25 ലിറ്ററോളം വെള്ളവും ചേർക്കും. അങ്ങനെ വെച്ചതിന് ശേഷം ഇത് ഒരു ഏതാണ്ട് ഒരു 60 ദിവസം വരെ ഇതിനിങ്ങനെ ഓരോ ദിവസവും 2-3 തവണ ഇങ്ങനെ ഒരു 5 മിനിറ്റെങ്കിലും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ മണം കുറയുന്നത്. ഇത് നമ്മൾ ചെടിക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 1 ലിറ്റർ 9 ലിറ്റർ വെള്ളത്തിലേക്ക് 9 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് 10 ലിറ്റർ ആക്കിയതിന് ശേഷം ഇത് ചെടീൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്യും. ചെടീൻ്റെ ഇലേൻ്റെ അടിവശങ്ങളിലൊക്കെ നന്നായി സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുക. പിന്നീട് ചെടീൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. നമ്മളെ നാട്ടിലുള്ള മാറി വന്ന കൃഷിരീതികൾ, ഏകവിളകളൊക്കെ വന്നതോടുകൂടി നമ്മളെ മണ്ണിലുള്ള മൂലകങ്ങളെല്ലാം വലിയ മഴയിൽ ഒലിച്ചു പോവുകയും അല്ലെങ്കിൽ അത് ലീച്ച് ചെയ്ത് അത് നമ്മളെ പുഴകളിൽ എത്തിച്ചേരുകയും ആത്യന്തികമായി ഇതെല്ലാം കടലിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. കടലിലാണ് നമ്മളെ കാർബണിൻ്റെ അംശം കൂടുതൽ അടിഞ്ഞു കിടക്കുന്നത്. അത് കടൽ ജീവികൾ തന്നെ കൂടി തന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണം കൂടിയാണ് നമ്മൾ ഈ ഫിഷ് മീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധാരാളം കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, ഇലക്കറികളുണ്ട്, ഔഷധ സസ്യങ്ങളുണ്ട്. പിന്നെ വാഴയുടെ ഒരു 10-40ഓളം വെറൈറ്റി ഇപ്പം നിലവിലുണ്ട്. അത് വിപുലപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ വിത്ത് കിട്ടുന്ന മുറയ്ക്ക് ഇത് കൂടുതലായിട്ട് ഇതിന് ചേരും. പിന്നെ നമ്മൾ പൊതയിടുന്നതിന് പകരം മണ്ണിലേക്ക് സൂര്യപ്രകാശം നേരിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ സ്ഥലത്തും മധുരക്കിഴങ്ങിൻ്റെ വള്ളി നട്ടിട്ടുണ്ട്. വേറൊരു പ്രധാന വിള കൂർക്കയാണ്. കൂർക്ക നന്നായിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ ഇടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ ഞങ്ങൾ പരിശീലിപ്പിച്ചെടുത്തിട്ടുള്ള ആളുകളാണ് അതിനുവേണ്ടി ഇവിടെ ജോലി ചെയ്യുന്നത്. സാധാരണ കൃഷി രീതികളിൽ നിന്ന് വ്യത്യസ്തമായി കുറേ രീതികളാണ് ഇവിടെ അവലംബിക്കുന്നത്. അത് സാധാരണ കൃഷിപ്പണി ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് പിടികെട്ടണമെന്നില്ല. ഇവിടെ പല സ്ഥലങ്ങളിലും കാണുന്ന പോലെ കാടുകൾ പൂർണ്ണമായി നശിപ്പിക്കാറില്ല. അടിക്കാടുകളും പുല്ലുകളൊരു ആവരണമായി തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. പല അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ നമ്മൾ അതൊക്കെ നീക്കം ചെയ്യാറുള്ളൂ. നമ്മൾ ഈ പറമ്പിൽ എവിടെ പോയി കഴിഞ്ഞാലും ഇതുപോലുള്ള 4 പ്രധാന വിളകളുള്ള ഗ്രിഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. എവിടെ പോയി കഴിഞ്ഞാൽ ഈ 4 പ്രധാന വിളകൾ നമുക്ക് കാണാൻ പറ്റും. അത് ചെടികൾക്ക് കിട്ടേണ്ട സൂര്യപ്രകാശത്തിൻ്റെ അളവ്, അതിൻ്റെ മൂലകങ്ങളെ അളവ്, അതിനൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഈ പറയുന്ന ഗ്രിഡുകൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാന 4 വിളകൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മളെ കുറ്റ്യാടി തെങ്ങ്. നിങ്ങൾക്ക് അവിടെ കാണാം കുറ്റ്യാടി തെങ്ങ്. അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ 40 അടി നേരെ തെക്ക് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു റംബുട്ടാൻ കാണാൻ പറ്റും. കുറ്റ്യാടി തെങ്ങിൻ്റെ 40 അടി പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായി അവിടെ ഒരു മാങ്കോസ്റ്റും കാണാൻ പറ്റും. മാങ്കോസ്റ്റിൻ്റെ കൃത്യം 40 അടി പടിഞ്ഞാറ് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്ലാവ്. അങ്ങനെ ഈ 4 സാധനങ്ങളാണ് നമ്മളെ പ്രധാന വിളകൾ എന്ന് പറയുന്നത്. എല്ലാ ഗ്രിഡിലും ഈ 4 സാധനമായിരിക്കും പ്രധാന വിളകൾ. ഈ 40 അടിയുള്ള ഇതിൻ്റെ നടുഭാഗത്ത് മധ്യത്തിലായി ഒരു കുള്ളൻ തെങ്ങാണ് ഉള്ളത്. അത് കുള്ളൻ തെങ്ങിൻ്റെ 2 വശത്തും 10 അടി, അതായത് വടക്ക് വശത്ത് 10 അടിയും തെക്ക് വശം 10 അടിയിലും നമ്മൾ കറിവേപ്പിലാണ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ കിഴക്ക് വശവും പടിഞ്ഞാറ് വശവും 10 അടി മാറിയിട്ട് മുരിങ്ങ മരമാണ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ കോർണറിൽ 4 വശത്തായിട്ട് നിങ്ങൾക്ക് കൊക്കോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 40 അടീൻ്റെ മധ്യത്തിൽ, അതായത് 20 അടി വരുന്നെടുക്കുക ഒരു ലൈം പ്ലാന്റ് ഉണ്ട്, അപ്പുറത്ത് ഒരു മുസമ്പി ഉണ്ട്. അത് ഇങ്ങനെ ഓരോരോ പ്ലാന്റുകൾ മാറി മാറി വരും. ചിക്കു ഉണ്ട്, നമ്മളെ ഞാവലുണ്ട്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഫ്രൂട്ടുകൾ ഈ പറയുന്ന 20 അടിയിൽ വരും. പിന്നെ മെയിൻ പ്ലാന്റിൻ്റെ വടക്ക് വശം എല്ലാ ഭാഗത്തും എവിടെ ചെന്ന് കഴിഞ്ഞാലും മുരിക്ക് മരമാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ അതിൻ്റെ പടിഞ്ഞാറ് വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും പപ്പായ ഉണ്ടാവുക. ബാക്കി 2 വശത്ത്, അതായത് തെക്ക് വശവും കിഴക്ക് വശവും വാഴയാണുള്ളത്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾ തമ്മിൽ മണ്ണിൻ്റെ ഉള്ളിലേക്ക് കൂടി വേരുകൾ തമ്മിൽ പോഷകങ്ങളെല്ലാം മൂലകങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും മുരിക്ക് പോലുള്ള വിളകൾ മണ്ണിൻ്റെ ഉള്ളിലേക്ക് കൂടി അതിൻ്റെ വേരുകളിലൂടെ
അതിന് അതായത് നമ്മുടെ പ്രധാന വിളയായ റംബൂട്ടാനും തെങ്ങിനുമൊക്കെ വേണ്ടുന്ന മൂലകങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് മഞ്ജുനാഥൻ സാറെ പോലെയുള്ള അഗ്രി സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വന്നിരുന്ന സ്ഥലത്ത്, അതായത് ഈ 10 അടീൻ്റെ ഇടയിൽ വന്നിരുന്ന സ്ഥലത്താണ് നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്തിരുന്നത്. 2 വർഷം കിഴങ്ങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്തതിന് ശേഷം ഇപ്പോഴും നമ്മളത് നിർത്തി വേറെ സ്ഥലത്തേക്ക് മാറ്റി. ഇപ്പോഴവിടെ ചെയ്തിരിക്കുന്നത് മുഴുവൻ ഈ 10 അടീൻ്റെ ഇടയ്ക്ക് കൂടി 5 അടിയിൽ നമ്മൾ ഔഷധ ചെടികളും ബട്ടർഫ്ലൈ ഹോസ്റ്റ് പ്ലാന്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ കുഞ്ഞു സാധനങ്ങൾ, ഔഷധികളായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ നൈട്രജൻ കണ്ടമാനം മണ്ണിലേക്ക് വരും. ഈ നൈട്രജൻ മണ്ണിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംഭരിച്ചു വെക്കാൻ ആ സമയത്ത് വേറെ ചെടികളൊന്നും ഇവിടെയില്ല. മുരിക്കിന് അത് സംഭരിച്ച് വെക്കാൻ പറ്റും. മുരിക്കിൻ്റെ വേരിൽ ആ മുഴകളിൽ ആ നൈട്രജൻ സംഭരിച്ച് വെച്ചാൽ അത് മറ്റ് മരങ്ങളുടെ വേരുകൾക്ക് ഇത് അവർക്ക് ആവശ്യത്തിന് എടുക്കാൻ കഴിയും. ഇത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു ചെറിയൊരു തോട് ഉണ്ടായിരുന്ന സ്ഥലമാണ്. മഴക്കാലത്ത് മാത്രം അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് മാത്രം സജീവമാവുകയും പിന്നെ മഴ നിൽക്കുമ്പോൾ നിന്ന് പോവുകയും ചെയ്തിരുന്ന തോട്. അത് ഇതിലെ നേരെ ആ തോട്ടിലെ കൂടി ഒഴുകുന്ന വെള്ളം തൊട്ട് താഴെയുള്ള നദിയിലേക്ക്, നമ്മളെ പുഴയിലേക്ക് പോവുകയാണ് ചെയ്യുക. ആ വെള്ളത്തിനെ നമ്മൾ ഒരു 40 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ തോടിൻ്റെ വീതി കൂട്ടി അതിൽ പടുത വിരിക്കുകയാണ് ഉണ്ടായത്. പടുത വിരിച്ചതിന് ശേഷം അതിൽ ഈ ഒരു 40 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിച്ച് വെക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റുണ്ടായി. ഈ എർത്ത് ഡാമിൻ്റെ ശേഷിയൊക്കെ പഠിച്ചതിന് ശേഷം അടുത്ത വർഷമാണ് ഇതിലേക്ക് നമ്മൾ മത്സ്യം വളർത്തൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇതിനെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഇത് മാറ്റുക. വേനൽക്കാലത്ത് നമ്മുടെ മണ്ണിന് റിസർവായിട്ട് സൂക്ഷിച്ച് വെച്ച വെള്ളമൊക്കെ ആ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ചെടികളാണ് ഈ റബ്ബറും കശുമാവും. പ്രത്യേകിച്ച് റബ്ബറിന് ഇവിടെ നിലനിൽക്കണമെങ്കിൽ വേനൽക്കാലത്തും വളരുന്ന ഒരു ചെടിയാണ് റബ്ബർ. നമ്മുടെ മറ്റ് നാടൻ മരങ്ങളൊക്കെ സ്ലീപ്പിംഗ് പീരീഡിൽ ഇരിക്കുമ്പോൾ റബ്ബർ ഇവിടെ കിട്ടാവുന്ന വെള്ളം മുഴുവൻ വലിച്ചെടുത്ത് അത് ആവിയായിട്ട് പുറത്തേക്ക് വിടും. അപ്പോൾ ആ പുറത്തേക്ക് പോകുന്ന വെള്ളം നമുക്കിവിടെ തിരിച്ചു കിട്ടാൻ ഇപ്പം മാർഗമൊന്നുമില്ല. ഇവിടെ തിരിച്ചു പിടിക്കണമെങ്കിൽ മലകളിൽ പുൽമേടുണ്ടാവണം, അല്ലെങ്കിൽ കുളങ്ങളും അതുപോലുള്ള ജലാശയങ്ങൾ വേണം, വയൽ കൃഷി വേണം. ഇത് വയലും കുളങ്ങളും മുഴുവൻ നികത്തിക്കളയുകയും ചെയ്തു, പുൽമേടുകളും ഇല്ലാണ്ടായി. ഈ വേനൽക്കാലത്ത് റിസർവായിട്ടിരിക്കുന്ന വെള്ളം അക്കേഷ്യ, മാഞ്ചിയം അതുപോലുള്ള മരങ്ങളും റബ്ബറും ഒക്കെ വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഇതുകൊണ്ട് നമുക്കിവിടെ വരൾച്ച അതിരൂക്ഷമായിട്ടുള്ളൊരു കുറേ കാലമായിട്ടുള്ളൊരിതാണ്. മഴയങ്ങ് കഴിഞ്ഞ ഉടനെ അതികഠിനമായ വെയിലും അതികഠിനമായ ചൂടും വരൾച്ചയും, മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പെരുമഴയും, നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള മഴയും വരും. ചെടികൾ വളർന്നു വരുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെയുള്ള ബയോഡൈവേഴ്സിറ്റിയിൽ വരുന്ന മാറ്റം കൃത്യമായിട്ട് മനസ്സിലാവാൻ പറ്റിയിട്ടുണ്ട്. ആദ്യമൊക്കെ നമ്മളിവിടെ പ്രതീക്ഷിക്കാത്ത പല സാധനങ്ങളെയും നമുക്ക് ഏതാണ്ട് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് തന്നെ കാണാൻ പറ്റിയെന്നുള്ള. കൃഷിയുടെ ഒപ്പം തന്നെ പ്രത്യേകിച്ചും പൂമ്പാറ്റൻ്റെ ഹോസ്റ്റ് പ്ലാന്റുകൾ, പിന്നെ വാസ്പുകൾ വരാൻ സാധ്യതയുള്ള പൂക്കൾ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടി സെലക്ട് ചെയ്തതിൻ്റെ ഇടയിലെ കൂടി നമ്മൾ വളർത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഈ ഫാമിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ മോശമല്ലാത്ത കുറ്റിക്കാടുകൾ ഒരുപാട് നിലനിർത്തുന്നുണ്ടായിരുന്നു. ഈ കുറ്റിക്കാടുകളെല്ലാം ശരിക്കും ഒരു ഫാക്ടറി പോലെയാണ് പ്രവർത്തിച്ചത്. ഇവിടെ നമ്മൾ പൂക്കളും ചെടികളും കുറച്ച് നെക്ടറിങ് പ്ലാന്റുകളും വെച്ചപ്പോൾ ഈ കുറ്റിക്കാടുകളിൽ മുഴുവൻ ഉണ്ടായിരുന്ന ഹോസ്റ്റ് പ്ലാന്റുകളിലൊക്കെ ധാരാളം ബട്ടർഫ്ലൈ ഉണ്ടായും ഈ ബട്ടർഫ്ലൈ മുഴുവൻ നമ്മളെ ഈ ഫാം ഹൗസ് അല്ലെങ്കിൽ നമ്മളെ കൃഷിയിടത്തിലേക്ക് വരികയുണ്ടായി. അതോടൊപ്പം നമ്മൾ വെച്ച ഹോസ്റ്റ് പ്ലാന്റുകളിലൊക്കെ പൂമ്പാറ്റകൾ ധാരാളമായി വരികയുണ്ടായി. തൊഴുകയ്യൻ പ്രാണീൻ്റെ മുട്ടയാണിത്. ഇതിന് ഉത്തിക്ക എന്നാണ് പറയുക. ഇതിനുള്ളിൽ നിന്ന് കുറേയധികം ഒരു 10-30 വരുന്ന ചെറിയ തൊഴുകയ്യൻ പ്രാണികൾ വിരിഞ്ഞിറങ്ങുക. ഇത് പിന്നെ ഇതിനെ നമ്മൾ കാണുമ്പോൾ ഇത് എന്താ പറയുക, നമ്മളെ കാണുമ്പോൾ ഇത് നിൽക്കുന്ന ഒരു പാവം പ്രാണിയാണെങ്കിലും നമ്മളെ ഈ പറയുന്ന ഷഡ്പഥ ലോകത്തെ അത്യാവശ്യം നല്ല ഇരപിടിയന്മാരാണ് അവർ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സാധനം ഓരോ ചെടിയിൽ ഒളിച്ചിരിക്കുകയും അതിലേക്ക് വരുന്ന ഷഡ്പഥങ്ങളെ പിടിച്ച് അവർ കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള കൺട്രോളിങ് നടക്കുന്നത്. അതിശയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു നീലയമരി
ഇതിൻ്റെ ഒരു ക്ലസ്റ്റർ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു 10ഓളം നീലയമരി ഒന്നിച്ചുണ്ടായിരുന്നു. വെറുതെ ഇതുവരെ 17 വർഷം കാട്ടിൽ ജോലി ചെയ്തിട്ടും ഞാൻ നിരീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. കാരണം നമുക്ക് ബട്ടർഫ്ലൈ കൂടുതലായി കാണുന്ന പ്ലാന്റുകളെ കുറിച്ചൊക്കെ ഏതാണ്ട് ഒരു ധാരണയുണ്ടായിരുന്നു. എന്നാലും ഈ നീലയമരിയിൽ ഇത്രയധികം ബട്ടർഫ്ലൈ വരും എന്നുള്ള കാര്യം ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു കാര്യം. പക്ഷേ അത് ഇവിടെയുള്ള ഇവിടെയുള്ള എല്ലാ ബട്ടർഫ്ലൈ പൂമ്പാറ്റ നിരീക്ഷകരെയും ഞാനത് കൊണ്ടേ കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാതെ നമ്മൾ ആറളത്ത് പോലും നല്ല എവർഗ്രീൻ ഫോറസ്റ്റിലൊക്കെ കണ്ടുവരുന്ന ചില ഐറ്റം പൂമ്പാറ്റകൾ വരെ നമുക്കിവിടെ കാണാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ വലിയ കാര്യം. എന്ന് പറഞ്ഞാൽ ബ്ലൂ നവാബ് എന്നൊക്കെ പറയുന്ന കുറച്ച് വളരെ റെയറായിട്ട് മാത്രം കാണുന്ന പൂമ്പാറ്റകൾ നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വർഷം നമുക്ക് ടോണി രാജ എന്ന് പറയുന്ന പൂമ്പാറ്റയുണ്ട്. നമുക്ക് ഏതാണ്ട് ഒരു 131ഓളം പൂമ്പാറ്റകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ചെക്ക് ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു 10-12 പൂമ്പാറ്റകൾ കൂടി അഡീഷണൽ ആയിട്ട് ഉണ്ടാകും. കാരണം ചെറിയ പൂമ്പാറ്റകളെ കുറച്ചും കൂടി ശ്രമഫലമായൊരു ജോലിയാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അതും കൂടി ചേർന്ന് വരുമ്പോൾ നമുക്കൊരു 150 വരെ പൂമ്പാറ്റകളുള്ള ഒരു സ്ഥലമായിട്ട് മാറും. അതുപോലെ തന്നെ പക്ഷികളായി കഴിഞ്ഞാലും പക്ഷികൾ നമുക്കൊരു ഏതാണ്ട് ഒരു 60-70 മേലെ പക്ഷികൾ നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ 8 പക്ഷികളോളം നമ്മൾ വെസ്റ്റേൺഘട്ടിൽ മാത്രം കാണുന്ന പക്ഷികളാണ്. രസകരം എന്ന് പറയുന്നത് IUCNൻ്റെ റെഡ് ലിസ്റ്റ് അല്ലെങ്കിൽ റെഡ് ഡാറ്റ ബുക്കിൽ വന്നിട്ടുള്ള നിയർ ത്രെട്ടൻഡ് ആയിട്ടുള്ള ഒരു പക്ഷിയും നമുക്കിവിടെ കാണാനുണ്ട്. അതായത് പാണ്ടൻ വേഴാമ്പൽ എന്ന് നമ്മൾ വിളിക്കുന്ന നന്നായിട്ട് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഓരോരോ ഘട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ പറമ്പിൽ രാത്രിയിൽ നമ്മൾ ഇറങ്ങി പുറത്തേക്ക് വന്ന് ഒരു ചെറിയൊരു ഹെഡ്ലൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് കുഞ്ഞു കുഞ്ഞു ചിലന്തികളെ കാണാം. പകൽ കാണുന്ന നെറ്റ് കെട്ടുന്ന അല്ലെങ്കിൽ വലിയ വലയുണ്ടാക്കുന്ന ചിലന്തികൾക്ക് പുറമെ വലയൊന്നും ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞു കുഞ്ഞു ചെടികളുടെ അടിയിലൊക്കെ നിൽക്കുന്ന ആയിരക്കണക്കിന് ചിലന്തികളെ കാണാൻ പറ്റുന്നത്. വാസ്പുകളാണെങ്കിൽ പല ചെടികളിലും തേൻ കുടിക്കാൻ വേണ്ടി ഒരുപാട് വാസ്പുകൾ, അതുപോലെ ഈ വണ്ടുകൾ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുടെ ഒരു എന്താ പറയുക നല്ലൊരു ഇതുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മണ്ണ് എന്ന് പറയുന്നത് കൂടുതലും ലാറ്ററൈറ്റ് സോയിലാണ്. മഴ പെയ്യുമ്പോൾ ശക്തിയായിട്ട് ഇതിൻ്റെ മേൽമണ്ണ് ശക്തിയിൽ മഴ പെയ്യുമ്പോൾ ഇത് കുറേയൊക്കെ നല്ല ഇതിൻ്റെ വളക്കൂറുള്ള ഇതൊക്കെ ഒഴുകിപ്പോവും. അത് കഴിഞ്ഞ് നല്ല വേനൽക്കാലം വരുമ്പം കടുത്ത വരൾച്ച ഈ മണ്ണിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ ഏകവിള തോട്ടങ്ങൾ അതിനൊരു പരിഹാരമല്ല. അവിടെ മറ്റ് ജൈവ വൈവിധ്യം ഇല്ലാത്തത് കൊണ്ട് ഈ മണ്ണ് വരണ്ടതായി പോകുന്നുണ്ട്. മണ്ണിലെ കാർബണിൻ്റെ അളവ് വളരെ കുറവാണ്. ഈ കാർബണിൻ്റെ അളവ് കുറയും തോറും ജലം സംഭരിച്ച് വെക്കാൻ നമ്മുടെ മണ്ണിന് ശേഷിയില്ലാതെ വരും. അങ്ങനെയാണ് നമ്മുടെ വേനൽക്കാലത്ത് നമ്മുടെ പുഴകളും തോടുകളും മുഴുവൻ വരണ്ടു പോകുന്നതിൻ്റെ കാരണം നമ്മുടെ ഭൂമിയിൽ വെള്ളം ശേഖരിച്ച് വെക്കാൻ നമ്മുടെ മണ്ണിൻ്റെ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്, മണ്ണിന് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അതിന് ജൈവ വൈവിധ്യം സംരക്ഷിക്കാമെന്ന് മാത്രമേ മാർഗ്ഗമുള്ളൂ, വേറെ ഒരു മാർഗ്ഗവും ഇല്ല. ഈ ചെരുവ് ഉള്ള സ്ഥലങ്ങളെ ഒട്ടുമിക്ക സ്ഥലത്തും അടിയിൽ വലിയ പാറകളായിരിക്കും. ഈ പാറയായിട്ട് ബന്ധിപ്പിച്ച് നിർത്തണമെങ്കിൽ ആഴത്തിൽ വേരോടുന്ന വൻമരങ്ങൾ വേണം. നമ്മുടെ കൃഷിസ്ഥലത്ത് വൻമരങ്ങൾ ഉണ്ടായിരിക്കണം. കശുമാവിനും റബ്ബറിനും ഈ ധർമ്മം നിർവഹിക്കാൻ പറ്റില്ല. അത് ആഞ്ഞിലി, പ്ലാവ് അല്ല അതുപോലെയുള്ള മരങ്ങൾ നമ്മൾ ഓരോ ചെരുവുള്ള സ്ഥലത്തും ഇടയ്ക്ക് ബെൽറ്റ് പോലെ ആ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ആ മരത്തിൻ്റെ വേര് ആഴത്തിൽ പോയിട്ട് അത് അടിയിലെ പാറയായിട്ട് ബന്ധിപ്പിച്ച് നിർത്തിയാൽ ഈ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ പുതിയ അടുത്ത കാലത്തായിട്ട് കേട്ടൊരു വാക്കാണ് പൈപ്പിംഗ് എന്ന്. ഭൂമിയിൽ പൈപ്പിംഗ് ഉണ്ടായിട്ട് പല സ്ഥലത്തും മലയിടിച്ചിലുണ്ടാകുന്നു. ഇതൊക്കെ പൈപ്പിംഗ് ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ അടിയിലേക്ക് വേര് പോകുന്ന മരങ്ങളില്ലാത്തതുകൊണ്ടാണ്. ഇത് 200 ലിറ്ററിൻ്റെ ഒരു ബാരലിൽ 100 ലിറ്റർ നമ്മളെ ഇവിടെ നമ്മൾ പറയുന്ന കാസർഗോഡ് കുള്ളൻ എന്ന് പറയുന്ന പശുവിൻ്റെ മൂത്രമാണ്. ആ മൂത്രത്തേക്ക് നമ്മൾ ഉങ്ങിൻ്റെ ഇല, ആര്യവേപ്പിൻ്റെ ഇല, അരിപ്പൂവിൻ്റെ ഇല, കപ്പളത്തിൻ്റെ ഇല, അങ്ങനെയുള്ള ഇലകൾ മുഴുവൻ തറച്ച് ഈ ഇതിലേക്ക് ഇടുകയും പുകയില ഒക്കെ ചേർത്ത് ഇങ്ങനെ ഏതാണ്ട് ഒരു മാസത്തോളം ഇങ്ങനെ ഇളക്കി അത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുമ്പേ ഇതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കാന്താരിയും കൂടി അരച്ച് ചേർക്കും. അതിനുശേഷം ഇത് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇത് 1 ലിറ്റർ 1:9 എന്നുള്ള അനുപാതത്തിൽ ചെടികളിലെ ഇലേൻ്റെ അടിവശത്ത് നന്നായി പിടിക്കുന്ന തരത്തിൽ അടിക്കുകയാണ് ചെയ്യുക. ഇതാണ് വൃക്ഷകഷായം എന്നുള്ള രീതിയിൽ നമ്മൾ കീടനിയന്ത്രണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം.
എന്ത് കഴിക്കണം എന്നുള്ള വിദേശ കമ്പനികൾ കമ്പനികൾ തീരുമാനിക്കുന്ന ഭക്ഷണമാണ് നമ്മളിപ്പോൾ പലതും കഴിക്കുന്നത്. പാക്കറ്റ് ഭക്ഷണമാണ് കഴിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. അതിലെന്തൊക്കെ പോഷകം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ആ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കൃഷിയും നിലനിൽക്കുകയുള്ളൂ. വേറൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്യുമ്പോഴാണ് കൃഷി നഷ്ടമായിട്ട് മാറുന്നത്. അവനവന് വേണ്ടുന്ന ഭക്ഷണം നമ്മൾ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ബാക്കി സമയം നമുക്ക് മറ്റു ജോലികളുണ്ട്. ഒരു കൃഷി കൊണ്ട് മാത്രം കൃഷി ചെയ്തു മാത്രം ജീവിക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ജീവിതത്തിൽ പുറമേ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന പല പച്ചക്കറി പഴവർഗ്ഗങ്ങളെക്കാളും വളരെ രുചികരമാണ് ഇവിടെയുള്ള സാധനങ്ങൾ. അതിൻ്റെ തനതായ രുചി നമുക്ക് അനുഭവപ്പെടാൻ ഇവിടെയുള്ള പഴങ്ങളും പച്ചക്കറികളും നമുക്ക് ഉപയോഗിച്ചാൽ മാത്രം മതി. ഞങ്ങളത് നിരന്തരം അനുഭവിക്കുന്നവരാണ്. ഞങ്ങളെല്ലാ ദിവസവും അത് തന്നെയാണ് ഞങ്ങൾ ഭക്ഷണമാക്കുന്നത്. ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ നിന്ന് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. ഇനി ഭാവിയിൽ ഇവിടെ അതിനുള്ള ഒരു വിപണന സംവിധാനം തന്നെ വരും. ഈ പ്രോജക്റ്റ് പൂർണ്ണമാകുന്നതോടുകൂടി ഇവിടെ അതിനുള്ള ഒരു സാധ്യതകൾ കൂടിയുണ്ട്. മാർക്കറ്റിൽ കിട്ടുന്ന അരിയുമായിട്ട് അല്ലെങ്കിൽ റേഷൻ അരിയായിട്ടാണ് നമ്മളുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ വില കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നഷ്ടം എന്ന് കണക്കാക്കുന്നത്. കൃഷി ലാഭകരമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ നല്ല ശുദ്ധഭക്ഷണം, ശുദ്ധജലം, ശുദ്ധവായു ഇത് ഉറപ്പുവരുത്തുമ്പോൾ കൃഷി ലാഭകരമാണ്. നമ്മൾക്ക് ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്നില്ല. ഇന്നിപ്പോൾ നല്ലൊരു ശതമാനം ആൾക്കാരും ഈ നമ്മൾ ഉണ്ടാക്കുന്ന അധ്വാനിച്ച അവൻ്റെ ആയുഷ്കാലം മുഴുവൻ എടുക്കുന്ന പണം അവൻ മരിക്കുന്നതിന് മുമ്പ് ആശുപത്രിയിൽ കൊണ്ട് ചിലവാക്കുകയാണ് ചെയ്യുന്നത്. ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആളുകളെ തന്നെയാണ് നമ്മൾ ഇവിടെ ജോലിക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രധാനമായും നമ്മളിവിടെ ഒരു വരുമാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം ഉണ്ടാകുമ്പോൾ അത് പ്രാദേശികമായി തന്നെ വിതരണം ചെയ്യപ്പെടണം. അതിവിടെ തന്നെ പങ്കുവെക്കപ്പെടണം എന്നുള്ളൊരു ആശയം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അതായത് ഒരു പ്രദേശത്തിൻ്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം അവർ നേടിയെടുക്കുമ്പോൾ മാത്രമേ ആവുന്നുള്ളൂ. കൃഷിക്കാരോട് ചോദിച്ചാൽ വ്യക്തമായിട്ട് അറിയാം. കഴിഞ്ഞ 18-19 പ്രളയം കഴിഞ്ഞപ്പോൾ ഒട്ടുമിക്ക മണ്ണിലും കൃഷി ചെയ്താൽ ഉണ്ടാകാത്തൊരവസ്ഥ വന്നാൽ എല്ലാം ആ അതിവർഷം കൊണ്ട് നമ്മുടെ മണ്ണിലെ മൂലകങ്ങളും ധാതുലവണങ്ങളൊക്കെ കഴുകി ഒഴുകിപ്പോയ അവസ്ഥയായി. അപ്പോൾ അതിന് ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ കൃഷി രീതി മാറ്റിയേ മാർഗമുള്ളൂ. ജൈവ കൃഷിയെക്കുറിച്ചൊക്കെ ആളുകൾക്കുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിന് നമ്മുടെ ഇവിടെയുള്ള ഈ ഫാം ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ജൈവ കൃഷി ചെയ്യുമ്പോൾ വിളവുകളൊന്നും തന്നെ ഉണ്ടാവില്ല. പലപ്പോഴും രാസകൃഷിയുടെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണ്. ജൈവ കൃഷി ഒന്നും തന്നെ വിളവുകൾ ഉണ്ടാവില്ല, വളരെ ചെറിയ തുച്ഛമായ സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതൊന്നും അല്ല എന്നിവിടെ നമ്മളെ കൃഷി രീതി കൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മറ്റ് വളങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ ഇവിടെ നമുക്ക് വിളവ് ലഭിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നുള്ളതാണ് നമ്മൾ ഈ ഫാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരമാവധി ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുക, ഭക്ഷണം പരമാവധി ഉൽപ്പാദിപ്പിക്കുക. ശുദ്ധമായ ഭക്ഷണം, നമ്മൾ ഉദ്ദേശിക്കുന്നത് ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വായു.